പ്രാർത്ഥനതൻ പാതകൾ പൂകളാൽ വിരിയണം, പൂവിരിഞ്ഞ വീഥികൾ പുണ്യവീഥികളാകണം. പുണ്യവഴികളിലൂടെ യാത്ര ചെയ്യണം, യാത്ര ചെയ്യും നേരയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാടിമ്പലം, ഈശ്വരനാടിമ്പലം. പ്രാർത്ഥനകൾ പാതയിൽ പൂവുകളാൽ വിരിയണം, താങ്ക് യു സോണിയ. സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ സെബാസ്റ്റ്യൻ മൈപ്പാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, നമ്മുടെ ഉദ്ഘാടകൻ സൈമൻ അച്ഛൻ, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ, കൈക്കാരന്മാര്, കാറ്റഗിസം എച്ച്.എം. ജെയ്സൺ, വൈസ് ചെയർമാൻ ജോയ്, എൻ്റെ പ്രിയ സ്നേഹിതരെ, മുഖവര കൂടാതെ കാര്യത്തിലേക്ക് മാത്രം പ്രവേശിക്കുകയാണ്. അതിൽ പറയുന്ന രണ്ടു വാക്ക് എത്തിയിട്ട് പറയാറുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രം ഇതിൽ ആരംഭിക്കുക. നമ്മുടെ അധ്യക്ഷനെ ആണ് ആദ്യം സ്വാഗതം ചെയ്യുക. അധ്യക്ഷനെ പറ്റി എന്നിൽ കൂടുതൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അച്ഛനും കൂടെ അച്ഛനെ കാണുമ്പോൾ തന്നെ ഞാൻ എന്നാണ് അച്ഛനോട് നേരിട്ട് പറഞ്ഞു, അച്ഛനെ കണ്ട ഈ നടത്തിയൊക്കെ കണ്ട ഒരു വിശുദ്ധന്റെ ലുക്കാണെന്ന് പറഞ്ഞു. അതൊന്നും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് അച്ഛനെ അറിയുള്ളൂ. ആ ഒരു നടത്തി കാര്യം അങ്ങനെ തോന്നുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയില്ല. പക്ഷെ എങ്ങനെയാലും ആളുടെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ കൃത്യമായിട്ടുണ്ട്. പങ്ക്ച്വാലിറ്റി, അതായത് എല്ലാ കാര്യങ്ങളിലും ദിവ്യ പരിപാടികള് ആൾക്കാരെ നടത്തുമ്പോഴും അതിന് കറക്റ്റ് ടൈം 1 മണിക്കൂർ കൊണ്ട് ഞാൻ കുർബാന തീർക്കുമെന്ന് തീർത്തി. അതുപോലെ തന്നെ പ്രസംഗമായാലും മറ്റു പരിപാടികളെല്ലാം കറക്റ്റ് ഒരു ടൈം ലിമിറ്റ് വെച്ചാണ് കാര്യങ്ങൾ പോകുക. അതുകൊണ്ടാണ് ഈ പ്രസംഗമൊക്കെ ഞാൻ കുറയ്ക്കാൻ കാരണം. അപ്പോ അച്ഛന്റെ ആ കാര്യത്തിൽ നമ്മളെല്ലാവരും സന്തുഷ്ടരാണ്. സ്വഭാവ ഗുണമുള്ള സൽസ്വഭാവിയായ, എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുന്ന, എല്ലാവരെയും ക്യാൻവാസ് ചെയ്യാനുള്ള കഴിവുള്ള, ഉൾക്കാഴ്ചയുള്ള നല്ലൊരു വൈദികനെ, ഒരു ദൈവിക ചൈതന്യമുള്ള ഒരു വൈദികനെയാണ് നമ്മൾ വികാരി അച്ഛനിലൂടെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും വളരെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഉദ്ഘാടകൻ ഫാദർ സൈമൺ ചിറമേൽ, MCBS പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ്. അപ്പൊ അവരുള്ള ആളാണ്. എല്ലാത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഡർഷിപ്പിന് നിൽക്കുന്ന ആളാണ് അദ്ദേഹം. നമ്മുടെ ഇടപെടലിന് വേണ്ടി ദൈവികമായ ജ്ഞാനം പകരുക, ദൈവത്തിന്റെ വാക്കുകൾ നമ്മളിലേക്ക് ഉദ്ധരിച്ചുകൊണ്ട് ദൈവവുമായുള്ള ബന്ധമൂർത്തി ഉറപ്പിക്കുവാനുള്ള നല്ല സംഭാഷണങ്ങൾ നമുക്ക് തരാൻ വേണ്ടി എത്ര തിരക്കിട്ട ആളായാലും എന്തെല്ലാം പരിപാടികൾ ഉണ്ടായാലും അതിൽ നിന്നെല്ലാം കുറച്ച് സമയം അദ്ദേഹം മുക്തമായിക്കൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, ദൈവികവുമായിട്ടുള്ള നമ്മുടെ അടുപ്പം അല്ലെങ്കിൽ ദൈവത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ. ഇവിടെ സംഘടിപ്പിക്കുന്ന എല്ലാവരുടെയും പേരിലും
ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിൽ വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ സിസ്റ്റർ റോസലി ചട്ടോ, മദർ സുപ്പീരിയർ, നമ്മുടെ അമലാപുരം സ്കൂളിന്റെ മദർ സുപ്പീരിയർ, സ്കൂളിന്റെ അല്ല, ആ കോൺവെന്റിന്റെ അവരെ സിസ്റ്റർ നമ്മൾ സുപരിചിതമാണ്. എല്ലാവരെ പറ്റി ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് കുറെ കൂടി കേട്ടിട്ട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ കുടുംബങ്ങളിലെ പോലെ ഒരു കുടുംബത്തിന്റെ അതേ ആറ്റിറ്റ്യൂഡ്, അതേ മനോഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളോട് നമ്മുടെ ഈ ഇടവകയിലെ ഓരോ വീടുകളോടും വളരെ ആത്മാർത്ഥമായി പെരുമാറുന്ന, എല്ലാ പരിപാടികളിലും നമ്മളിൽ സംബന്ധിക്കുന്ന, എല്ലാ യൂണിറ്റുകളിലും പങ്കെടുക്കുന്ന സത്സ്വഭാവിയായ സുസ്മേരവദനയായ, സ്നേഹം കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രമാത്രം സ്നേഹപ്രകടനങ്ങൾ നമുക്ക് വേണ്ടി നൽകുന്ന നമ്മുടെ സ്നേഹിതയായ, നമ്മുടെ അയൽവാസിയായ, നമ്മുടെ കുടുംബമിത്രമായ സിസ്റ്ററെ ഈ വേദിയിൽ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേര്. അടുത്തത് എനിക്ക് പറയാനുള്ള കൈക്കാരന്മാരെ പറ്റി ഇങ്ങനെയൊന്നും പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ പറ്റി നിങ്ങൾ സ്ഥിരം കാണുന്നത് പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. വലിയ വ്യത്യാസങ്ങളും അതിൽ കാണാൻ സാധ്യതയില്ല. പക്ഷെ ഇപ്പോഴുള്ള കൈക്കാരന്മാരെ സംബന്ധിച്ചിടത്തോളം മുൻപുള്ള കൈക്കാരന്മാരെ കുറ്റപ്പെടുത്തുകയെന്നല്ല ഞാൻ ചെയ്യുന്നത്, വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാ. ഇവരെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. ഇവര് രാപ്പകലില്ലാതെ അധ്വാനിക്കാൻ, ശാരീരികമായി ഫിസിക്കൽ എഫർട്ട്, ശാരീരികമായി അധ്വാനിക്കാൻ തയ്യാറായിക്കൊണ്ട് മാനസികമായും ശാരീരികമായും പള്ളിക്ക് വേണ്ടി എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി തങ്ങളുടെ അധ്വാനം കാഴ്ചവെക്കാൻ തയ്യാറായിക്കൊണ്ട് ഈ കൈസ്ഥാനം ഏറ്റെടുത്ത രണ്ട് കൈക്കാരന്മാരെയാണ് നമ്മൾ കാണുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇവരുടെ തന്നെ വീട്ടിലുള്ള ഈ ദുഷ്കർമ്മ ചെറിയ യന്ത്രങ്ങളൊക്കെ ഇവരുടെ ചെലവിൽ തന്നെ ഈ പള്ളിയുടെ കോമ്പൗണ്ടിലൊക്കെ കൊണ്ട് നടന്ന് പുല്ല് വെട്ടുകയും അതേമാതിരി തന്നെ ഭൂമിയെടുത്ത് കളക്കുകയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായി നടത്തുവാൻ വേണ്ടി ശരിക്കും ഒരു ഫിസിക്കൽ എഫർട്ട് എന്ന് തന്നെ പറയാം. അതിന് ശാരീരികമായ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനത്താലൊക്കെ നമ്മൾ സംതൃപ്തരാണ്. സ്നേഹം നിറഞ്ഞൊഴുകുന്ന സംഭാഷണങ്ങൾ കൊണ്ട് നമ്മൾ തൃപ്തരാക്കുന്ന ഈ കൈക്കാരന്മാരെ രണ്ടുപേരെയും, ജോസും ഷിന്ദും, അവരെയും ഞാൻ ഈ വേദിയിൽ ആത്മാർത്ഥമായി എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അത് ഞാൻ പറയുന്നത് അടുത്തത് ഞാൻ പറയുന്നത് കൗൺസിലേഴ്സിനെ കുറിച്ചാണ്. ഇതങ്ങനെ കൗൺസിലേഴ്സിന്റെ പ്രത്യേകത, ആരുടെയും കുറ്റങ്ങൾ പൊതുവിൽ വിളിച്ചു പറയേണ്ട ആവശ്യം വരാറില്ല. എന്തെങ്കിലും പ്രാപ്തരായിട്ടുള്ള കൗൺസിലേഴ്സാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും അത് വിവേചിച്ചറിയുകയും അതുപോലെ തന്നെ അത് വിശകലനം ചെയ്യുകയും പോരായ്മകളും കൂടുതലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നികത്തുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ തരികയും. അത് ശ്രദ്ധിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യം, എല്ലാ തരത്തിലും എല്ലാവരും ഒത്തൊരുമിച്ച് ഏക മനസ്സോടെ പള്ളിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച, വളരെ നിഷ്കളങ്കമായി പ്രവർത്തിച്ച, വളരെ സ്നേഹത്തോടുകൂടി പ്രവർത്തിച്ച പാരിഷ് കൗൺസിലേഴ്സാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അവരെ ഒരു കാരണവശാലും പള്ളി എന്ന് പറയുമ്പോൾ നമ്മളാണല്ലോ, നമുക്ക് മറക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആർക്കും ആരുടെയും പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം മറ്റൊന്നുമില്ല. സ്നേഹത്തോടെ ചെയ്തിട്ടുണ്ട്. കൗൺസിലേഴ്സിനെയും ഞാൻ ഈ വേദിയിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീമതി ഷെരീന ഷിൻഡോ കുറെ അധ്വാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും ഇതിന്റെ കാര്യങ്ങളും നടപടികളൊക്കെ ഉണ്ടാക്കാനും. ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രാവശ്യം വിളിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് വിളിക്കുന്നില്ല, എന്താ ഇതുകൊണ്ട് ഒരു പ്രയോജനം എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി ഇതിനോട് ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണങ്ങൾ ഇതിനോട് അവരും
വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ പള്ളിക്ക് വേണ്ടി നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അവരെയും ഈ വേദിയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാറ്റഗിസം ഹെഡ് മാസ്റ്റർ ശ്രീ ജെയ്സൺ സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിലെ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ, വളരെ നല്ലൊരു മനുഷ്യൻ, സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ അടുപ്പിക്കുന്നവർ, എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഒരാൾ, നമ്മുടെ നല്ല രീതിയിൽ നമുക്ക് സംപ്രീതിജനകമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രാപ്തനായ ഒരു വ്യക്തിയാണ് ജെയ്സൺ സാർ നമ്മൾ കണ്ടത്. ജെയ്സൺ സാറിനെ പറ്റി ഞാൻ കൂടുതൽ എന്നെ കൈകൊണ്ട് അറിയാവുന്നത് ഞാൻ കൂടുതൽ വിശ്വസിപ്പിക്കുന്നില്ല. എങ്കിൽ പോലും സ്നേഹസമ്പൂർണനായ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. നിയുക്ത വൈസ് ചെയർമാൻ അദ്ദേഹം വാഗ്മിയും നിപുണനും മികവുറ്റ ഒരു പ്രവർത്തകനും എല്ലാം നന്നായി കണ്ട് പ്രവർത്തിക്കാൻ ശക്തനും സ്നേഹമുള്ളവനും പരിചയസമ്പന്നനും എന്നില്ല വളരെ വാക്കുകൾ എനിക്ക് വേണമെങ്കിൽ പറയാൻ. അത്രമാത്രം നല്ല ഒരു വ്യക്തിത്വത്തെ ശ്രീ ജോയ് വല്ലൂരാനിൽ നമ്മൾ കാണുന്നു. അദ്ദേഹത്തിനും ഈ വേദിയിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്ന എല്ലാവരുടെയും പേര്. ഇനി എനിക്ക് ഒരു മിനിറ്റ് വേണ്ട, ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ വൈസ് ചെയർമാനായിട്ട് രണ്ടെണ്ണം കഴിഞ്ഞു. ഇപ്രാവശ്യം 3ാമത്തെ പ്രാവശ്യമായിട്ടുണ്ട്. ഫസ്റ്റ് വൈസ് ചെയർമാൻ ഞാൻ കഴിഞ്ഞു. അപ്പോ എനിക്ക് എല്ലാവരും വളരെ സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, ആത്മാർത്ഥതയോടെ എന്നെ എൻ്റെ വാക്കുകൾ ശ്രമിക്കാനും എന്നെ സ്വീകരിക്കാനും എന്നെ പുറകെ ഞാൻ ഈ യൂണിറ്റിലൊക്കെ പോയിട്ട് അവിടെ എല്ലാം നല്ല സ്വീകരണം തരുവാനും വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് എല്ലാവരും എന്നെ ആ ഒരു രീതിയിൽ കാണുവാനൊക്കെ തയ്യാറായിട്ടുണ്ട്. ആ സ്നേഹത്തിനും നിങ്ങളുടെ സഹോദര്യ ബന്ധങ്ങൾക്കും ഒക്കെ ഞാൻ ഈ വേദിയിൽ ആത്മാർത്ഥമായി നന്ദി പറയുന്നതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ, മനസ്സിൽ തട്ടുന്ന സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.